പൈലറ്റ് സ്മിത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫ്ലോർ മില്ലുകൾ ഇന്ന് വർത്തമാനകാലത്തിൻ്റെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ വക്താക്കളാണ്. ഓരോ ഭൂപ്രദേശങ്ങളിലും അവിടെയുള്ള ഫ്ലോർ മില്ലുകൾ അവിടെ നിവസിക്കുന്ന ജനങ്ങളിൽ ഉള്ള സ്വാധീനം വളരെ വലുതാണ്. സമകാലീന കാലഘട്ടത്തിൽ ഫ്ലോർ മില്ലുകൾ വലിയൊരു രൂപമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഊർജം, എനർജി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമാണ്. ഇന്ന് പല ഫ്ലോർ മില്ലുകളും ഹരിത എനർജിയിലേക്ക്, ഹരിത ഊർജത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ ആദ്യപടി എന്നോണം ഇന്നത്തെ ഭൂരിഭാഗം ഫ്ലോർ മില്ലുകളും ആശ്രയിക്കുന്നത് നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അത് മറ്റൊന്നുമല്ല, പൈലറ്റ് സ്മിത്ത് അവതരിപ്പിച്ച വാട്ടർ റോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അതിനൂതനമായിട്ടുള്ള ഗ്രീൻ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊരട്ടി കട്ടപ്പുറത്തുള്ള മരിയ ഫ്ലോർ മില്ലിലാണ്. മരിയ ഫ്ലോർ മിൽ നടത്തി വരുന്നത് നമ്മുടെ ജീമോൻ ചേട്ടനാണ്. ജീമോൻ ചേട്ടൻ വളരെ നാളുകളായി ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ റോസ്റ്റർ ഉപയോഗിച്ചു വരുന്നു. ജീമോൻ ചേട്ടനോട് നമുക്ക് നേരിട്ട് വാട്ടർ റോസ്റ്ററിൻ്റെ ഗുണങ്ങൾ ചോദിച്ചറിയാം. പൈലറ്റ് സ്മിത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട കസ്റ്റമറായ ജീമോൻ ചേട്ടന് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ജീമോൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ജീമോൻ ചേട്ടൻ, ഈ വാട്ടർ റോസ്റ്ററിൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനം എങ്ങനെയാണ് ജീമോൻ ചേട്ടൻ വിലയിരുത്തുന്നത്? വളരെ നല്ല പ്രവർത്തനമായിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പൊടിയുടെ ക്വാളിറ്റി അത്യാവശ്യം നല്ല വൈറ്റ് കളറിൽ തന്നെ നിൽക്കും. പിന്നെ കറണ്ട് പോയാലും നമുക്ക് അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നില്ല. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഇതിൽ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണതിനും വേറെ പ്രശ്നം വരില്ല. മറ്റേതിലാകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ഇളക്കി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും പൊടി അടി പിടിക്കണില്ല. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. എത്ര സമയം എടുക്കുന്നുണ്ട് ഇതിൽ? സമയം ഫസ്റ്റ് ട്രിപ്പിന് എന്തായാലും 1 മണിക്കൂർ, എന്തായാലും 1 മണിക്കൂർ ചിലപ്പോൾ ജസ്റ്റ് അതിൽ കൂടുണ്ട്. മറ്റേത് പിന്നെ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ ആവും. അതൊരു 45 മിനിറ്റിലാവും. ജീമോൻ ചേട്ടൻ, നമ്മുടെ ഇതിൻ്റെ ഈ വാട്ടർ റോസ്റ്ററിൻ്റെ പ്രവർത്തനം ഒന്ന് വിവരിക്കാൻ പറ്റുമോ? ആദ്യം പവർ ഓൺ ചെയ്യും, അത് കഴിഞ്ഞ് ഹീറ്റർ ഓൺ ചെയ്യും. ഒരു 10 മിനിറ്റ് കൊണ്ട് ടെമ്പറേച്ചർ 140ലേക്ക് എത്തും. അപ്പോൾ ഒരു പ്രാവശ്യം ആ 140ലേക്ക് എത്തുമ്പോൾ നമ്മൾ പൊടി ഇട്ട് കൊടുക്കും. ഇതൊരു 15 കിലോൻ്റെ റോസ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഒരു 15 കിലോ പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് സമയം വരുള്ളൂ. അപ്പോൾ ബാക്കി റോസ്റ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവെ ലാഭകരമാണ്. കഴിഞ്ഞ ഏതാനും സമയം നമ്മൾ ചിലവഴിച്ചത് ജീമോൻ ചേട്ടൻ്റെ മരിയ ഫ്ലോർ മില്ലിലാണ്. മരിയ ഫ്ലോർ മില്ലിലെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ജീമോൻ ചേട്ടൻ അവയുമായി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു. എൻ്റെ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ഈ മരിയ ഫ്ലോർ മില്ലിൽ ചിലവഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാൻ വളരെയധികം മില്ലുകൾ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മില്ലിൽ കടന്നു വന്നപ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായി എയർ കിടക്കുന്നു, വെളിച്ചം കിടക്കുന്നു, തറ ഒക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജീമോൻ ചേട്ടൻ ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തിയോടും ഓരോ ക്ലയൻറ്റിനോടും നീതി പുലർത്തുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ കൊണ്ടുവരുന്ന ഓരോ ധാന്യത്തിനെയും അല്ലെങ്കിൽ മസാലകളെയും നന്നായി പൊടിപ്പിച്ച് നല്ല വൃത്തിയോടെ തന്നെ ജീമോൻ ചേട്ടന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ജീമോൻ ചേട്ടൻ്റെ മനസ്സിലെ സംതൃപ്തിയും നമുക്കൊന്നറിയാം. ഇത്രയും നാൾ ഫ്ലോർ മില്ല് നടത്തിയിട്ട് ഉള്ള അനുഭവത്തിൽ നിന്ന് ജീമോൻ ചേട്ടൻ എന്ത് തോന്നുന്നു ഈ ജനങ്ങളുമായിട്ടുള്ള ഈ സമ്പർക്കത്തിൽ നിന്ന്? നമുക്ക് ജീമോൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. നമുക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ മല്ലിയായാലും മുളകായിരുന്നാലും കഴുകി ഉണക്കി നല്ല രീതിയിൽ പൊടിച്ച് കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ നല്ല സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി. മരിയ ഫ്ലോർ മില്ലിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു പ്രത്യേകത, ജീമോൻ ചേട്ടൻ വളരെ വൃത്തിയുള്ള ഒരു അലമാര ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൗണ്ടർ. ഈ കൗണ്ടറിൽ എല്ലാ സ്പൈസസും, മുളക്, മല്ലി, മഞ്ഞൾ, അതേപോലെ തന്നെ സ്റ്റീം പുട്ടുപൊടി, സ്റ്റീം ചെയ്ത ഗോതമ്പിൻ്റെ പൊടി എല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ ചേട്ടൻ ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ
അവർക്ക് ഇത്രയും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഇതെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അവർ പൊടിപ്പിക്കാൻ കൊണ്ടുവന്നത് മാത്രമല്ല, ഈ അലമാരിയിലിരിക്കുന്ന ഈ കൗണ്ടറിലിരിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു താല്പര്യം അവരിൽ കാണുന്നുണ്ടെന്നാണ് എന്നോട് ജീവൻ ചേട്ടൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് എല്ലാ മില്ലുകാർക്കും നല്ല രീതിയിൽ പിന്തുടരാവുന്ന പൈതൃകമാണത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ മരിയ ഫ്ലോർ മില്ലിലേക്ക് കടന്നു വന്നപ്പോൾ മരിയ ഫ്ലോർ മിൽ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് വളരെ അവ്യക്തതകളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് സമയം ഞാൻ ജീമോൻ ചേട്ടനായിട്ട് ചെലവഴിച്ചു. ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടു. എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട്, എത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ സമയവും അർപ്പിക്കുന്നു. ആ ജോലിയോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വളരെയധികമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട, വളരെ വിലമതിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമറായിട്ടുള്ള ജീമോൻ ചേട്ടൻ ഇത്രയും നന്നായി ഒരു മില്ല് നടത്തുന്നെന്ന് ഞങ്ങൾക്കറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടായില്ല. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ജീമോൻ ചേട്ടൻ്റെ വിലപ്പെട്ട സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അദ്ദേഹം ഞങ്ങളോടൊപ്പം അത് ഭംഗിയായിട്ട് ചെലവഴിച്ചു. ഞങ്ങൾക്ക് വളരെ ഹൃദ്യമായ സ്വീകരണമാണ് ഞങ്ങൾക്ക് തന്നത്. ഈ മില്ലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കും വളരെ സംതൃപ്തിയാണ്. കാരണം പൈലറ്റ് സ്മിത്ത് മെഷീനറി കൊടുത്തിട്ടുള്ള മറ്റൊരു മില്ലും കൂടി വളരെ വൃത്തിയായി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വ്യക്തമായി. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഇത്രയും നേരം ഇവിടെ ഇത്രയും നല്ല ഒരു അന്തരീക്ഷം ഒരുക്കി തന്നതിനും ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നതിനും ജീമോൻ ചേട്ടനെ ഞങ്ങൾ പൈലറ്റ് സ്മിത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുന്നു.